ഞാനിന്ന് വണ്ടിയിൽ നിന്ന് അതിസാഹസികമായി വീണൊരു കഥ പറയാമെന്ന് വിചാരിച്ചു. ഇത് ഭയങ്കര സീൻ വീഴ്ചയൊന്നുമല്ല, അതുകൊണ്ട് തന്നെ ഒരു ആക്സിഡൻറ്റ് എന്നതിലുപരി ഇത് കുറച്ച് കോമഡിയാണ് ആയിപ്പോയത്. ചത്ത് കിടന്നാലും ചമഞ്ഞ് കിടക്കണം എന്നുള്ള പ്രിൻസിപ്പൾ വളരെയധികം ഫോളോ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് തന്നെ വീണപ്പോൾ എൻ്റെ ഏകദേശം ലുക്ക് ഇതാ ഇങ്ങനെയായിരുന്നു. അവളെ ഈ പൂവില്ലായിരുന്നു കേട്ടോ. വീണ സ്റ്റോറി എന്ന് വെച്ചാൽ ഞാൻ തലേന്നൊരു വീഡിയോ ഉണ്ടായിരുന്നു, ഒരു കല്ലിൽ സ്കൂട്ടർ കയറിയിട്ട് രണ്ട് പെൺകുട്ടികൾ ഹൈവേയിൽ വീഴുന്നത്. ഞാനപ്പോൾ ആലോചിക്കുകയും ചെയ്തു ഇങ്ങനെയൊക്കെ വീഴുമെന്ന്. അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ വണ്ടി ഓടിച്ചത് ഒരു കല്ലിൽ തട്ടി ഞാനങ്ങ് പറഞ്ഞു വീണു. അത് ഭയങ്കര ഒരു സീൻ വീഴ്ചയൊന്നും ആയില്ല, ജസ്റ്റ് ഒന്ന് ചരിഞ്ഞതേ ഉള്ളൂ. അപ്പോഴേക്കും ഞാൻ വണ്ടി ഓഫാക്കി. എന്നിട്ട് ആൾക്കാരൊക്കെ വന്നു വണ്ടി പൊക്കാൻ നോക്കുന്നു. അപ്പോഴും ഞാൻ പറഞ്ഞു ഞാൻ എന്നെ പൊക്കണ്ട, ഞാൻ എണീറ്റോളാന്നൊക്കെ പറഞ്ഞു. വലിയ സീനൊന്നുമില്ല, ഞാൻ എന്നിട്ട് എണീറ്റു. എന്നിട്ട് ഞാൻ ഭയങ്കര കോൺഫിഡൻസിൽ വണ്ടി സ്റ്റാർട്ടാക്കാന്നൊക്കെ പറഞ്ഞ് സ്റ്റാർട്ടാക്കാൻ നോക്കി. തിരിച്ചു ഒന്ന് ഇത് കൊടുത്തപ്പോഴത്തേക്കാണ് മനസ്സിലാവുന്നത് ഫ്രണ്ടിൽ വീലും മൺകാടും കൂടെ ജാമായി, ഒന്നും അനങ്ങാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ അടുത്തൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ആളെ വിളിച്ചു. ആൾ വന്നപ്പോഴേക്കും ആൾ നോക്കുമ്പോൾ ഞാൻ ഇങ്ങനെ നിൽക്കുന്നു, ഇങ്ങനെ ആക്ച്വലി ഇതെൻ്റെ പവർ ഗ്ലാസ്. അപ്പോൾ ഇതെനിക്ക് വെച്ചില്ലെങ്കിൽ എനിക്ക് സൈറ്റിന് പ്രോബ്ലം ഉള്ളത് കാരണം ഇത് വെച്ചിരിക്കുന്ന കാര്യം ഞാൻ പലപ്പോഴും മറന്നു പോകും. അപ്പോൾ ഞാൻ ഇങ്ങനെ ഭയങ്കര സ്റ്റൈലിൽ വണ്ടിയിൽ നിന്ന് വീണിട്ട് ഞാൻ ഇങ്ങനെ ഭയങ്കര സ്റ്റൈലൊക്കെ നിൽക്കുകയാണ്. അവിടെ കാലിനോട് ഇവിടെ കുറച്ച് ചതവൊക്കെ ഉണ്ട്, പക്ഷേ എൻ്റെ ഉള്ളിൽ ഭയങ്കര സാഡാണെങ്കിലും ഞാൻ ഇങ്ങനത്തെ ലുക്കിലാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ ഇതും പറഞ്ഞ് എന്നെ എന്താ പറയുക, ഒരു കോമഡി പീസായിപ്പോയി ഞാൻ. വീഴ്ചയൊക്കെ ആയിരുന്നെങ്കിലും എല്ലായിടത്തും അങ്ങ് കോമഡി പീസായിപ്പോയി. ഗൈസ്, പിന്നെ കൂളിംഗ് ഗ്ലാസ് വെക്കുന്നത് സ്റ്റൈലാവാൻ വേണ്ടിയിട്ടല്ല, അത് ഐ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണെന്നൊക്കെ എനിക്കറിയാം. പിന്നെ ഇതൊരു റിയൽ സ്റ്റോറിയാണ്, ഇങ്ങനെയാണ് എല്ലാവരും എടുത്തത്.